ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല പണിയിലാണ് കേട്ടോ ഞാൻ. പക്ഷേ എന്ത് ചെയ്യാം, കറണ്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ കറണ്ട് പോയതാണ് കേട്ടോ. പക്ഷേ ഇതുവരെ കറണ്ട് വന്നിട്ടില്ലേ. ഇന്ന് ഉച്ചയ്ക്ക് ഇനി പണിയാൻ ആൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ മിക്സി ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഉപ്പുമാവിനെല്ലാം രാവിലെ എണീറ്റ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറേ ലേറ്റായിട്ടാണ് എണീറ്റത്. 7 മണിക്ക് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ്. എന്നാൽ ഇന്ന് എണീറ്റത് 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ റെഡിയായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്യാരറ്റും സവാളയും എല്ലാം അരിഞ്ഞ് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ടേ. ഉപ്പുമാവെന്ന് പറയുമ്പോഴേ ഓരോരുത്തരുടെ മുഖം വല്ലാതാവും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, കറണ്ടില്ലാത്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തില്ലേ പറ്റൂ. ചോറ് കൊടുത്തുവിടണമെന്ന് വിചാരിച്ചതാ, പിന്നെ വിചാരിച്ച ചോറാക്കാമെന്ന്. അങ്ങനെ വാഴക്കൂമ്പ് തോരനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ആ സമയത്ത് നമ്മൾ ഉപ്പുമാവെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പുമാവും കട്ടൻ ചായയൊക്കെ മോന് കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ ബ്രഷൊക്കെ ചെയ്തിട്ടൊന്ന് കഴിക്കാതിരിക്കുകയാണേ. കഴിക്കാതിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരാളും വന്നിരിപ്പുണ്ടേ. ഇന്ന് എന്താടാന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അവനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചതാ പല്ല് തേക്കാനായിട്ട് ഞാൻ കൊണ്ടുപോവാണേ. എന്നും അകത്ത് നിന്നാണ് ബ്രഷ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് കറണ്ടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, വെളിയിൽ പോവാം. പുറത്ത് പോയി ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ ഒരാൾ ചാടിത്തുള്ളി എൻ്റെ കൂടെ വന്നിട്ടുണ്ടേ. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. രാവിലെ മഞ്ഞായതുകൊണ്ട് ഞാനങ്ങനെ വെളിയിൽ ഇറക്കാറില്ല. എന്നാലും ഇന്ന് ബ്രഷ് ചെയ്യാൻ വെളിയിലിറങ്ങിയല്ലേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ വാഷ്റൂമിൽ ലൈറ്റും ഇല്ലല്ലോ. കറണ്ട് ഇല്ലെങ്കിൽ വല്ലാത്തൊരു കഷ്ടമാണല്ലേ. പണ്ടൊക്കെ കറണ്ടില്ലാതെ ആൾക്കാർ എങ്ങനെ ജീവിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ബ്രഷ് ചെയ്യുന്ന നേരത്ത് ഒരാൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുവാണേ. ഒരു നേരം പോലും പുറത്തിറങ്ങാൻ കിട്ടുന്ന സമയം അവൻ വെറുതെ വിടത്തില്ല കേട്ടോ. ചാടിത്തുള്ളി നടന്നോളും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് പോകണം കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ട് അവൻ സ്കൂളിൽ പോയിട്ടുണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക കഴിഞ്ഞിട്ട് പിന്നെ പാലെടുക്കാൻ പോണ പോക്കാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരാൾ സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞതാ ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് സ്കൂളിൽ പോവാതെതാ ഇക്കാരോടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി പോവാണേ. അല്ലെങ്കിലും അവൻ വെളിയിലിറങ്ങാൻ കിട്ടുന്ന ഒരു സമയം അവൻ പാഴാക്കി കളയില്ല. വീട്ടിൽ നിൽക്കാൻ നല്ല മടിയാണ്, എന്നാൽ സ്കൂളിൽ പോകാനും ഇഷ്ടമല്ല. അങ്ങനെ ചാടിത്തുള്ളി പോയിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ വിടുമെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെയാണ് ഓടുന്നത്. എന്താ വരുന്നുമ്മ, 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ വരുവേ എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ടുണ്ടേ. അങ്ങനെ അവരൊക്കെ എല്ലാം പോയതിന് ശേഷം എൻ്റെ പണി ഇതാണ് കേട്ടോ. കൃഷിയൊക്കെ ഒന്ന് നോക്കും കേട്ടോ. കൃഷിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര വലിയ കൃഷിയൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൃഷി ചെയ്തെടുക്കും കേട്ടോ. ഇതെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും വിളവൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വെള്ളയും ഉണ്ടമുളകും ഇഞ്ചിയും പാവയ്ക്കയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ. ഒരുപാട് തൈകൾ നിൽപ്പുണ്ട് കേട്ടോ. പിരിച്ചു നടാൻ എനിക്ക് സമയവും കിട്ടുന്നില്ല. അതുമല്ല എന്തൊരു ചൂടാണ്. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ചൂടാണല്ലേ. അങ്ങനെ ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് തൈകൾ ഞാൻ പിരിച്ചു നട്ടിട്ടുണ്ടായിരുന്നേ. 3-4 വെച്ചപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. പിന്നെ ഞാൻ അതും കളഞ്ഞിട്ട് പോയി. ഈ വെള്ളമെല്ലാം കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കാസർഗോഡ് എന്ന് വെച്ചാൽ ഒരുപാട് കൃഷിക്കാരുള്ള സ്ഥലമാണേ. ഒരു വീടുകളിൽ പോലും കൃഷിയില്ലാതില്ല. അടയ്ക്കയും റബ്ബറും അല്ലാത്ത ഫ്രൂട്ട്സുകളായാലും ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെറിയ പേരയ്ക്കാണ്. ഇത് നിറച്ച് പേരയ്ക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ പേരയ്ക്കയുടെ ടേസ്റ്റ് അല്ല, കുറച്ച് പുളിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കൃഷി ചെയ്യുന്നതല്ല കേട്ടോ, ഇവിടുത്തെയാണേ. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സുകൾ കൃഷി ചെയ്യും കേട്ടോ. വാഴയും തെങ്ങും അടയ്ക്കയും റബ്ബറും ഒക്കെയാണ് ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നതേ. ഞാൻ നേരത്തെ കാണിച്ച കുളമില്ലേ, ആ കുളത്തിൽ നിന്ന് ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് ഈ അടയ്ക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ചൂടത്ത് അടയ്ക്കെല്ലാം വെള്ളം ഒഴിക്കാറുണ്ടേ ഇവിടെ. അടയ്ക്കയെല്ലാം പഴുത്ത് പാകമായിട്ട് നിൽക്കുവാണേ. ഇവിടെ അടയ്ക്കയുടെ കൃഷി നോക്കാനെല്ലാം ഡെയിലി പണിക്കാരുണ്ട് കേട്ടോ. പണിക്കാർ തന്നെയാണ് ഈ അടയ്ക്കയെല്ലാം പറിച്ചെടുക്കുന്നത്. രാത്രിയാകുമ്പോൾ ഒരുപാട് അടയ്ക്കകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് ഈ അടയ്ക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ചൂടാകുമ്പോൾ ഡെയിലി ഇവിടെ വെള്ളം ഒഴിക്കാറുണ്ടേ. ആ കാണുന്ന പൈപ്പില്ലേ, അത് കുളത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളമാണ് കേട്ടോ. ഡ്രിപ്പ് ഉപയോഗിച്ചാണ് അടയ്ക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഡ്രിപ്പ് എല്ലാം ചുരുട്ടി മരത്തിൽ കെട്ടി വെച്ചേക്കുന്നത്. ഇവിടെ ശരിക്കും കാട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാട് എല്ലാം വെട്ടുന്നതിനിടയ്ക്കാണ് ഈ ഡ്രിപ്പെല്ലാം മടക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അടയ്ക്കകൾ ഒരുപാട് വീണ് കിടക്കുന്നുണ്ടേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്ക് ഒരുപാട് കുരുവികളുടെയും കിളികളുടെയും ഒക്കെ ശബ്ദം കേൾക്കാമെന്ന്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിയുന്നില്ല, നന്നായിട്ട് കേൾക്കാം കേട്ടോ.
ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇവിടെ ഒരുപാട് ഓറഞ്ച് മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നട്ട ഓറഞ്ച് തൈകളാണേ ഇത്. കടയിലെ കുടയിലോട്ട് ചെന്ന ഒരുപാട് ഓറഞ്ച് മരങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നട്ട തൈക്കൊക്കെ കുറേ മണ്ണിടാനുണ്ട് കേട്ടോ. തൈ ആയിരുന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് മണ്ണാണ് ഇടാനുള്ളത്. ഇതാ കോഴിവളവും ചാമ്പലും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതാണിതാ തട്ടി കൊടുക്കുന്നതേ. തൈകളൊക്കെ നട്ട് ഒരുവിധം വലുതായതിന് ശേഷം ഒരു 3 ആഴ്ച കൂടുമ്പോൾ ഞാനിങ്ങനെ മണ്ണ് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. മണ്ണും കോഴിവെള്ളവും ചാമ്പലും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ചെടി തഴച്ച് വളരും കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എനിക്കിങ്ങനെ കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണേ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ഇതുപോലെയാണ് കേട്ടോ. വീട്ടിൽ അത്യാവശ്യം വേണ്ട കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ചീരയും കോവയ്ക്കയും വഴുതനയും പാവയ്ക്കയും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്വഭാവമാണ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷി ചെയ്യാനും ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാനും വളമിട്ട് കൊടുക്കാനും അതിന് വെള്ളം നനച്ച് കൊടുക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. അമ്മ പറയാറുണ്ട്, ഇങ്ങനെ കൃഷി ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മൾ പുറത്തുനിന്ന് വിഷം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അമ്മ പറയാറുണ്ട് കേട്ടോ. ആ സമയത്തൊന്നും ഞാനതൊന്നും കേൾക്കാറില്ല. പിന്നെ വലുതായി മക്കളൊക്കെ ആകുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നത് കേട്ടോ. നിങ്ങളും സമയമുള്ളപ്പോൾ ഇങ്ങനത്തെ കൃഷികളൊക്കെ വീട്ടിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. വിഷമില്ലാത്ത അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ ഈ തക്കാളികളിൽ നിറച്ചും തക്കാളി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം മീൻകറി വെക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ പച്ചമുളകോ തക്കാളിയോ ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നൊന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കൃഷികൾ തുടങ്ങിയത് കേട്ടോ. പിന്നെ ആയപ്പോഴത്തേന് എനിക്കത് ഇൻട്രസ്റ്റ് ആയേ. ഈ തൈകളൊന്നും ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ, എല്ലാം വിത്ത് നട്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയൊന്നും ഞാൻ കൃഷി ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണേ ഒരു മുള വന്ന ഇഞ്ചി ഞാൻ വെറുതെ ഒന്ന് ചാക്കിൽ വെച്ചതാണ് കേട്ടോ. എന്തായാലും അത് നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടേ. മണ്ണിട്ട് കൊടുത്താൽ മാത്രം പോരാ, വെള്ളവും ഒഴിക്കണം കേട്ടോ. അങ്ങനെതാ ഞാൻ ഈ കാണിച്ച ഈ കുളത്തിൽ നിന്നാണേ വെള്ളം കോരി ഒഴിക്കുന്നത്. മണ്ണിട്ട് കൊടുത്ത എല്ലാ ചെടിക്കും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. ഇന്നലെ നട്ട ചെടിക്ക് രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വെയിൽ കൊണ്ട് വാടും. നല്ല വെയിലുള്ള സമയമാണല്ലോ, അപ്പോൾ ചെടികൾക്കെല്ലാം വെള്ളം അത്യാവശ്യമാണല്ലോ. അങ്ങനെതാ ചെടിക്കെല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. ആ കുളത്തിൽ നിന്നാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. മഴയാകുമ്പോൾ ആ തോടെല്ലാം കവിഞ്ഞൊഴുകും. ഈ ഒഴുകുന്ന വെള്ളമെല്ലാം വലിയൊരു തോടിൽ ചെന്നിട്ട് ആ തോടിൽ നിന്ന് ആറിലേക്ക് ഒഴുകി എത്തുകയാണ് ചെല്ലുന്നത് കേട്ടോ. ഇതുപോലെ വെള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാനും എളുപ്പമാണേ. ഇടങ്ങളിലുള്ള എല്ലാ പുരയിടത്തിലും ഇതുപോലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമുണ്ട് കേട്ടോ. വെള്ളമെന്ന് വെച്ചാൽ ഇതുപോലെ കുളങ്ങൾ കെട്ടി നിർത്തിയിട്ടുണ്ടേ. കുളങ്ങൾ ഒരുപാട്, ഈ ഒരു വസ്തുവിനകത്ത് തന്നെ 3-4 കുളങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ അപ്പുറത്തുള്ള വസ്തുവിലും എല്ലാം ഇതുപോലെ കുളങ്ങളുണ്ട് കേട്ടോ. അവരും ഇതുപോലെ കൃഷി ചെയ്യുന്നതാണേ. അടയ്ക്കയും റബ്ബറും മാത്രമല്ല ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ടേ. കൃഷി ഇവിടെ അധികം ഉണ്ടെങ്കിലും പണിക്കാരെ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. ഒരു വീട്ടിൽ ഒരാൾ പണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് പണിക്കാരെ കിട്ടാതെ ഇല്ല കേട്ടോ. അങ്ങനെതാ ചെടിക്കെല്ലാം ഞാൻ വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ടേ. രാവിലെയും വൈകിട്ടും ഞാൻ വെള്ളം നനയ്ക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വെള്ളം നനച്ചത് മണ്ണിട്ടത് കൊണ്ടാണ് കേട്ടോ. ഈ വളവും മണ്ണും എല്ലാം ചൂടാണല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ചെടികൾ നന്നായിട്ട് വാടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഞാൻ എന്താ അടുത്ത ഫ്രൂട്ട്സ് മരങ്ങൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ടേ. അത് ഞാൻ ഓസ് വെച്ചാണ് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് പക്ഷേ ഞാൻ ഒരു നേരം അടിക്കാറുള്ളൂ, ഒരു നേരം അടിച്ചാൽ മതിയാവും, മരങ്ങളല്ലേ. ഉണക്കത്ത് ഇതിനൊന്നും വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നശിച്ചും പോകും കേട്ടോ. തളിര് വരുന്ന സമയമാണല്ലോ, അത് മാത്രമല്ല ഫ്രൂട്ട്സും ഉണ്ടാകുന്ന സമയമാണ്. നമ്മുടെ പേരയ്ക്കയിലെല്ലാം പേരയ്ക്ക വന്നിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ ഉണക്കത്താണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ കുളങ്ങളൊന്നും കൂടാതെ കുഴൽക്കിണറും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്ന പൈപ്പെല്ലാം ഒരു പുരയിടത്തിൽ നിന്ന് അടുത്ത പുരയിടത്തിലേക്ക് വെള്ളം പോകുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. ഇപ്പോൾ അത് കണക്റ്റ് ആക്കിയിട്ടില്ല. മഴ പെയ്യുന്ന സമയത്ത് മേലെ കെട്ടി നിൽക്കുന്ന വെള്ളം എല്ലാം അടുത്ത പുരയിടത്തിലേക്കാണ് പോണത് കേട്ടോ. അത് കൃഷിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ തോട് അതുപോലെ തന്നെ കെട്ടി നിർത്തിയിട്ടുള്ളതാണേ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ വരുന്ന ഊറ്റ് കെട്ടി നിർത്തിയ ഭാഗമാണ് കേട്ടോ. അതിതാ ആ താഴെ കാണുന്ന പച്ച പൈപ്പില്ലേ, അതുവഴി ആ കുളത്തിലേക്ക് അങ്ങ് ചെല്ലും കേട്ടോ. ഉള്ള വെള്ളം ഒഴുകി പോവാതെ കെട്ടി നിർത്തിയിട്ടാണ് ഈ കുളത്തിലേക്ക് എത്തുന്നത് കേട്ടോ. കുളത്തിലും ഊറ്റുണ്ട്, അതുപോലെ തന്നെ ഈ തോടിലും വരുന്ന ഊറ്റെല്ലാം കുളത്തിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ദാ ഈ ഉണക്കത്ത് വെള്ളം കുടിക്കാൻ വരുന്ന കിളികളെ കണ്ടോ.
ഇവിടെ വീടുകളിലും പുറത്തുമൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഉണക്കത്ത് കിളികൾക്കും മൃഗങ്ങൾക്കും എല്ലാം വെള്ളം വെച്ചിട്ടുണ്ട് പാത്രങ്ങളിൽ കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ആവശ്യം വരുന്നില്ല. ദാ ഈ കുളത്തിലാണ് എല്ലാവരും വെള്ളം കുടിക്കാൻ വരുന്നത് കേട്ടോ. ഒരാൾ വന്നു, 2 പേര് വന്നു, 3 പേര് വന്നു, കൂട്ടത്തോടെയാണ് വരുന്നത് കേട്ടോ. ഈ കിളികൾ മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളും പക്ഷികളും പിന്നെ പ്രാവുകളും ഒക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടേ. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.